നമ്മെ അഭിമുഖീകരിക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് ടി ഹാരിഫ് അലി സാഹിബിനെ ബഹുമാനാദരവുകളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഇബാദില്ലാഹി സ്വാലിഹീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്തെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ച സ്രഷ്ടാവും അതിരറ്റ ദയാപരനുമായ പടച്ചവൻ്റെ അനുഗ്രഹം നമ്മിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്തറിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ്റെ പ്രവർത്തകരുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ പേരിൽ ഊഷ്മളമായ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടിയാണ് ഈ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ ഗൾഫിലെ മലയാളികൾ സ്വന്തം നാടുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോ കൽക്കത്തയിലോ പോയി താമസിക്കുന്നവർ പോലും സ്വന്തം നാടുമായുള്ള പൊക്കിൾ കൊടി ബന്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചു വരാറുള്ളതെങ്കിൽ ഗൾഫിലെ മലയാളികൾ സ്വന്തം നാടുമായി ബന്ധം നിലനിർത്തുവാനാണ് ശ്രദ്ധിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ പ്രചാരണത്തിലുള്ള മലയാള പത്രങ്ങൾ നിങ്ങളെ നാളികേരത്തിൻ്റെ നാടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇപ്പോൾ വർദ്ധിച്ചു വന്നിട്ടുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ നമ്മുടെ ഭാര്യമാരുമായും കുട്ടികളുമായും മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങളുമായി നമ്മെ കൂടുതൽ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ചാനലുകൾ ഇവിടെ കൂടി പ്രചാരത്തിലുണ്ട് എന്നതിനാൽ നാട്ടിലെ വിവരങ്ങൾ അനുദിനമെന്നോണം അറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അമേരിക്കയിലോ യൂറോപ്പിലോ താമസിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി പ്രവാസികളെക്കാൾ കൂടുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലോ കൽക്കത്തയിലോ താമസിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി പ്രവാസികളെക്കാൾ കൂടുതൽ നാടുമായുള്ള ബന്ധം നാം കാത്തുസൂക്ഷിക്കുന്നു. കേവലം വിവരം അറിയിക്കുക എന്ന തലത്തിൽ മാത്രമല്ല, കേരളം എന്ന കൊച്ചു പ്രദേശത്തിൻ്റെ നിർമ്മിതിയിൽ, അഭിനവ കേരളത്തിൻ്റെ വളർച്ചയിൽ ഗൾഫുകാരായ പ്രവാസികൾക്കുള്ള പങ്ക് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. കേരളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള സർക്കാരുകളുടെ
പരിശ്രമം മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പരിശ്രമങ്ങൾ മാത്രമല്ല കേരളത്തെ ഇന്ന് വികസിതമായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയിട്ടുള്ളത്. കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഓരോ വർഷവും വന്നു ചേരുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശപ്പണമാണ് അഭിനവ കേരളത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കേരളം പ്രവാസികളോട്, വിശേഷിച്ച് ഗൾഫിലെ പ്രവാസികളോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു സവിശേഷമായ സന്ദർഭത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. UPS സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമായിരിക്കുന്നു. നമ്മുടെ നാടിനെ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി ജനവിഭാഗത്തെ രാജ്യത്തെ നിർണയിക്കുവാനുള്ള പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതി അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാസികൾക്ക് കൂടി വോട്ടവകാശം നൽകാനാണ് UPS സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ശ്ലാഘനീയമാണ്. പക്ഷേ വോട്ടവകാശത്തിൻ്റെ വിനിയോഗത്തിന് ഫലപ്രദമായ മാർഗങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനോടും പ്രവാസി വകുപ്പിനോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കെങ്കിലും പ്രവാസികളായ ഭാരതീയന് അവർ എവിടെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചു തന്നെ വോട്ടവകാശം വിനിയോഗിക്കുവാനുള്ള അവസരമുണ്ടാകണമെന്നും അതിനനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുമാണ്. നിരവധി മുറവിളികൾക്ക് ശേഷമാണ് പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമായത്. ആ വോട്ടവകാശം ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള പരിശ്രമങ്ങളും തുടർന്ന് വ്യത്യസ്ത സന്നദ്ധ സംഘടനകളിൽ നിന്നും പ്രവാസി കൂട്ടായ്മകളിൽ നിന്നും ഉണ്ടാകണമെന്നും സർക്കാർ അതിന് ചെവി കൊടുക്കണമെന്നുമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന സവിശേഷമായ മറ്റൊരു സന്ദർഭം കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സകല മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാടുമായി നിരന്തരമായി ബന്ധപ്പെടാനും നാടിൻ്റെ ചലനങ്ങൾ വിലയിരുത്താനും നമ്മുടേതായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് നാടിനെ നിയന്ത്രിക്കുന്നതിൽ പങ്കാളികളാകുവാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സവിശേഷമായ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കൂടുതൽ കരുത്താർജിച്ചു വരുന്ന ഇസ്ലാമിക ദർശനത്തെ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യയിലുടനീളം വേരുകളും ശാഖകളുമുള്ള ഒരു പ്രസ്ഥാനം, എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ജീവത്തായ പ്രസിദ്ധീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം, ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ ഭാഷകളിലും പത്രങ്ങൾ അച്ചടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം, തികച്ചും ജനാധിപത്യപരമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള, ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ഓരോ 4 വർഷം കൂടുമ്പോഴും വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തുകയും നയനിലപാടുകൾ രൂപീകരിക്കുകയും നയനിലപാടുകൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുരോഗമനാത്മകമായിട്ടുള്ള ജീവത്തായ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ശാഖയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്.
ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം.